എന്താ പറയാ, അർജുന ഡിസൈഡ് ചെയ്യേണ്ടത് എത്രത്തോളം ഹാർഡ് വർക്ക് ഇട്ട് അതിനെ ഇത് ചെയ്യാന്നുള്ളത്. അതെ, അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഒരു അപ്കമിങ് ഫിലിമിൽ അതിന്റെ കാസ്റ്റിംഗ് നടക്കുന്നേ ഉള്ളായിരുന്നു. അങ്ങനെയാണ് ചെയ്തത്. അത് നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക, ഞാനല്ലല്ലോ പറയേണ്ടത്. അതിന് ഈസ് എ ബിഗിനർ, ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ഫിലിമിൽ അതിൻ്റെതായ ഹിക്കപ്സ് അതെല്ലാ ആക്ടേഴ്സിനും ഉള്ള പോലെ കാണും. ബട്ട് ഇത് ഇവഞ്ച്വലി നമ്മൾ എന്താ പറയുക, അർജുന ഡിസൈഡ് ചെയ്യേണ്ടത് എത്രത്തോളം ഹാർഡ് വർക്ക് ഇട്ട് അതിനെ ഇത് ചെയ്യാന്നുള്ളത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് ആ ക്യാരക്ടറിന് വേണ്ട രീതിയിലുള്ള ഒരു പെർഫോമൻസ് അതിന് വേണ്ടിയിട്ടുള്ള അർജുൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഫ്യൂച്ചർ അർജുൻ്റെ കയ്യിലാണ്. എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ലാൽ സാർ അവിടെ പറഞ്ഞിരുന്നെങ്കിലും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഉടനെ വിളിക്കുന്നു അല്ലെങ്കിൽ എപ്പോൾ വിളിക്കുന്നു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല. സോ പെട്ടെന്ന് വിളിച്ചപ്പോഴത്തേനും ക്യാരക്ടർ എന്താണെന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ആസ്പിരൻ്റ് ആക്ടറിന് എന്തുകൊണ്ടും സ്വപ്നം കാണാത്തൊരു എൻട്രിയാണ് ജിത്തു സാറിൻ്റെ മൂവി. ആസിഫ് ഹക്കീമാണെങ്കിലും ആ ഒരു എല്ലാവരുടെയും കൂടി ഒരു എൻട്രി കിട്ടുമെന്ന് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ അതിൽ വേറെ ഒന്നും ആലോചിച്ചില്ല. ഫസ്റ്റ് സെറ്റിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് അപർണ ആയിട്ടായിരുന്നു ആദ്യത്തെ സീൻ തന്നെ. അപ്പം ലൈക്ക് ഞാൻ കണ്ട് ടി വിയിൽ കാണുന്ന മൂവിയിൽ കാണുന്ന ആൾക്കാരൊപ്പം ഫസ്റ്റ് എൻട്രി ചെയ്യുമ്പോൾ ജിത്തു സാറാണെങ്കിൽ ഞാൻ പേടിച്ചാണ് ഓഫ്കോഴ്സ് ആ സെറ്റിലേക്ക് ചെല്ലുന്നത് തന്നെ. നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ സാറാണെങ്കിൽ ജിത്തു സാർ എല്ലാവരും കംഫർട്ടാക്കി. ആ ഒരു കംഫർട്ട് ലെവൽ, പടം ത്രില്ലർ ആണെങ്കിലും അതിനകത്ത് ഫുൾ ജോളിയും ഭയങ്കര ഫൺ മോഡ് തന്നെയായിരുന്നു. സോ ആ ഒരു കംഫർട്ടബിൾ നമുക്ക് ഞാൻ തെറ്റിച്ചാലും സാറിന് തെറി പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ആ ഒരു ഇതിൽ നിൽക്കില്ല. ലൈക്ക് ആ ഒരു ഫണ്ണായിട്ട് തന്നെ എടുത്ത് മോൾഡ് ചെയ്തിട്ടാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ ഇറങ്ങുമ്പോൾ അറിയാം എങ്ങനെ ഇരിക്കണം. ദാറ്റ്സ് ഓൾ. അർജുൻ ആയിരുന്നു ഇതിൽ ഞങ്ങൾക്ക് ഏറ്റവും, അതായത് ട്രെയിലർ റിലീസ് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ യൂട്യൂബ് കോമൻസ് വന്നത് അർജുനെ പറ്റി ചോദിച്ചിട്ടായിരുന്നു. അത് ഭയങ്കര, എന്തുകൊണ്ടാണ് ജിത്തു സാർ അത് കറക്റ്റായിട്ട് പിക്ക് ചെയ്തതെന്നുള്ളത് മനസ്സിലായത് ഇതിന്റെ ട്രെയിലർ റിലീസ് കഴിഞ്ഞപ്പോഴായിരുന്നു. അപ്പം അർജുൻ്റെ ഫസ്റ്റ് ഫിലിം ആണ്. ഓൾ ദ വെരി ബെസ്റ്റ്. ഫസ്റ്റ് ഫിലിം. ഞാനൊരു മ്യൂസിക് വീഡിയോ കണ്ടിരുന്നു. എൻ്റെ ആക്ച്വലി വെരി ഫസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞത് എനിക്കിതൊരു ഭയങ്കര ലേണിംഗ് പ്രോസസ് ആയിരുന്നു. എനിക്ക് കുറേ ഒന്നും അറിയാത്തൊരു സ്ഥലത്ത് എത്തിയ സ്ഥലമായിരുന്നു. പക്ഷെ എനിക്ക് കുറേ പഠിക്കാൻ പറ്റി. ഈവൻ ഈച്ച് ആൻഡ് എവറിത്തിങ്, ടെക്നീഷ്യൻസ് ആണെങ്കിലും ഇവരുടെ അടുത്ത് നിന്നാണെങ്കിലും എനിക്ക് കുറേ, ആസിഫിക്ക് എനിക്ക് കുറേ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈവൻ അപർണയാണെങ്കിലും എല്ലാവരും ആണെങ്കിലും എനിക്ക് കുറേ സപ്പോർട്ട് ചെയ്തു. ആൻഡ് യൂട്യൂബിൽ കമൻസ് എന്തൊക്കെ എനിക്ക് സന്തോഷമുണ്ട്, എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് എനിവേ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഓഫ് കോഴ്സ് എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണുക ആൻഡ് എല്ലാവരും റിവ്യൂസ് പറയുക. എനിവേ താങ്ക് യു സോ മച്ച്.